പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോക ക്രൈസ്തവ ജനത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉദ്ധാന തിരുനാൾ ആഘോഷിക്കുന്ന പുണ്യദിനത്തിൽ ഉദ്ധാനം പ്രതീക്ഷിക്കുന്ന, ജീവിതത്തിൽ ഉയർച്ച കാക്ഷിക്കുന്ന, സ്വാഭാവിക തലത്തിൽ നിന്നും അതിസ്വാഭാവിക തലത്തിൻ്റെ നന്മകൾ പ്രതീക്ഷിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും ഈസ്റ്ററിൻ്റെ എല്ലാ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈസ്റ്റർ തിന്മയുടെ ശക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ശക്തിയുടെ വിജയം ആഘോഷിക്കുന്ന ദിവസമാണ്. മനുഷ്യ സമൂഹത്തിൽ എല്ലാ ഘട്ടത്തിലും തിന്മയുടെ ശക്തികൾ അഴിഞ്ഞാടിയ അവസരങ്ങളുണ്ട്. അവർ വിജയിച്ചു എന്ന് കരുതുന്ന വേളകളുമുണ്ടായിരുന്നു. ഇന്നും അത്തരത്തിലുള്ള സംഭവങ്ങൾ ധാരാളമായിട്ട് സംഭവിക്കുന്നുണ്ട്. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, രാഷ്ട്രീയ മേഖലകളിൽ, സാമൂഹ്യ മേഖലകളിൽ, മനുഷ്യൻ്റെ മറ്റ് സാമ്പത്തിക മേഖലകളിലൊക്കെ, ധാർമ്മിക മേഖലകളിൽ പോലും തിന്മയുടെ അഴിഞ്ഞാട്ടം, അതിൻ്റെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി ശക്തികൾ പ്രബലതയോടുകൂടി പ്രവർത്തിക്കുന്ന, സംഘടിതമായിട്ട് പ്രവർത്തിക്കുന്ന സമയമാണ്. അവിടെയൊക്കെ പലപ്പോഴും പകച്ചു പോകുന്നവരുണ്ട്. നന്മയിൽ കഴിയുന്ന ആൾക്കാർ, ധാർമ്മികതയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, സത്യത്തിലും നീതിയിലും നടക്കുന്ന ആൾക്കാർ പകച്ചു പോകുന്ന സമയങ്ങളുണ്ട്. ആ പകച്ചു പോകുന്നതെല്ലാം അവർക്ക് മുക്തിയുണ്ട്. പിടിച്ചു നിൽക്കുന്നവർക്ക്, ധൈര്യത്തോടു കൂടി മുന്നേറുന്നവർക്ക് ആത്യന്തികമായി ഒരു വിജയമുണ്ട് എന്ന് ഉറപ്പ് പറയുന്ന മഹോത്സവമാണ് ഈസ്റ്റർ. യേശു തൻ്റെ ജീവിതം കൊണ്ട് തന്നെ അത് സാക്ഷ്യമാക്കി. അവിടുന്ന് 3 പ്രാവശ്യം സുവിശേഷങ്ങളിലൂടെ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, ഞാൻ പീഡിപ്പിക്കപ്പെടും, മരണത്തിന് വിധേയനാകും, എന്നാൽ ഉയർത്തെഴുന്നേൽക്കും. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുവിൻ്റെ ആ വചനം അന്ന് അത് കേട്ടവർ പലർക്കും അത് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ മനസ്സിലായില്ല. എന്നാൽ കർത്താവ് ജീവിതം കൊണ്ട് അത് സാക്ഷ്യപ്പെടുത്തി. അതായത് ദുഃഖവെള്ളിയാഴ്ച നമ്മൾ കാണുക പാപം വിജയം വരിക്കുന്നതെങ്കിൽ, ഉദ്ധാന പ്രഭാതത്തിൽ നമ്മൾ കാണുന്നത് പാപത്തെ കൊന്ന് സത്യവും നീതിയും വിജയം വരിക്കുന്നതാണ്. അവിടെ മരണസംസ്കാരം വിജയം വരിക്കുന്നുവെങ്കിൽ, ദുഃഖവെള്ളിയാഴ്ച ഈസ്റ്റർ പ്രഭാതത്തിൽ വിജയഭേരിയോടുകൂടി ധാർമ്മിക നന്മകൾ വിജയം വരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ദൈവിക ചിന്തകൾ, ദൈവിക പ്രവൃത്തികളും വിജയം വരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അവിടെ യേശുവിൻ്റെ മരണത്തിനും ഉദ്ധാനത്തിനും ഇടയ്ക്ക് ഏതാണ്ട് 72 മണിക്കൂറോളമാണ് ചിലർ കണക്കാക്കിയിട്ടുള്ളത്, ബൈബിൾ പണ്ഡിതർ കണക്കാക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവശാസ്ത്രപരമായിട്ട് അത് അപാരമായിട്ടുള്ള, അനന്തമായിട്ടുള്ള, വ്യത്യാസമുള്ള, ദൈർഘ്യമുള്ള കാര്യമാണ്. കാരണം ഒന്ന് അമർത്യതയുടെ ലോകവും മറ്റൊന്ന് അമർത്യതയുടെ ലോകത്തിലേക്കുള്ള പ്രയാണവുമാണ്. മർത്യതയുടെ ലോകത്തിൽ നിന്ന് അമർത്യതയുടെ ലോകത്തേക്കുള്ള പ്രയാണം. അതായത് മനുഷ്യൻ്റെ കണക്കുകൂട്ടലിൻ്റെ സമയത്തിൽ നിന്നും ദൈവത്തിൻ്റെ കണക്കുകൂട്ടലില്ലാത്ത നിത്യമായ സമയത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പാണത്. ആ രീതിയിലുള്ള വിശ്വാസവും പ്രത്യാശയുമുള്ള മനുഷ്യർക്ക് ഉയർപ്പെന്നുള്ളത് എപ്പോഴും അവർക്ക് ഉറപ്പാർന്ന ഒരു കാര്യമാണ്. ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളത്. എൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും, എൻ്റെ എല്ലാ പരാധീനതകളിൽ നിന്നും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ഞാൻ സത്യത്തിലും നീതിയിലും വിശ്വസിക്കുന്നുവെങ്കിൽ, ഒരു നാൾ ദൈവത്തോടൊപ്പം ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വലിയ ശക്തി നൽകുന്ന ഒരു തിരുനാളാണ് ഉയർപ്പ് തിരുനാൾ. ഈ ശക്തി ഇന്ന് നീതിയിൽ, സത്യത്തിൽ, ധർമ്മത്തിൽ നടക്കുന്ന, പരിസ്നേഹത്തിൽ പ്രവർത്തിക്കുന്ന, സാമൂഹ്യ നന്മകളിൽ വിശ്വസിക്കുന്ന, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരെയും ഉത്തേജിപ്പിക്കട്ടെ. അങ്ങനെ നല്ലൊരു നാൾ നമ്മുടെ സമൂഹത്തിന്, സമാധാനം നിറഞ്ഞ, യുദ്ധങ്ങളില്ലാത്ത, കലഹങ്ങളില്ലാത്ത നല്ലൊരു നാളെ എല്ലാവർക്കും സംജാതമാകട്ടെ എന്നുള്ള പ്രാർത്ഥനാ ആശംസയോടുകൂടി ഒന്നുകൂടെ എല്ലാവർക്കും ഈസ്റ്റർ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു.